നമസ്കാരം. കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ, പിന്നെ പഞ്ചായത്ത് രാജിന്റെ പദ്ധതി, ഇത് മൂന്നും കൂടെ ചേരുമ്പോഴാണ് ജനങ്ങൾക്ക് പ്രയോജനം കിട്ടുക. പഞ്ചായത്ത് രാജിന്റെ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതികൾ പലപ്പോഴും കേരളത്തിന്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കാം. പക്ഷെ കേന്ദ്ര സർക്കാരിന്റെ പല പദ്ധതികളും പല ന്യായങ്ങൾ പറഞ്ഞ് കഴിഞ്ഞ സർക്കാർ മാറ്റിവെച്ചിരുന്നു. ഈ രാജ്യത്ത് കേരളം ഒഴിച്ചുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും, പശ്ചിമ ബംഗാളിലും കുറച്ചൊരു പരിധിവരെ മമതാ ബാനർജിയും അങ്ങനെ പിടിച്ചിരുന്നു. അന്ധമായ രാഷ്ട്രീയ വിദ്വേഷം കൊണ്ട് ഒരുപാട് പദ്ധതികൾ കേരളത്തിന് നഷ്ടമായിട്ടുണ്ട്. എണ്ണി എണ്ണി പറയാൻ കഴിയും. ആരോഗ്യ ഭാരതത്തെക്കുറിച്ചുള്ള ആയുഷ്മാൻ ഭാരത് പരിപാടി സീനിയർ സിറ്റിസൺസിന് വലിയ ഗുണം ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. അത് കേരളത്തിൽ നടപ്പിലാക്കിയില്ല. അതിന് പറഞ്ഞ ന്യായം അത് BJP ഗവൺമെൻറ് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. BJP ഗവൺമെൻറ് ആയാലും ഇനി കോൺഗ്രസ് ഗവൺമെൻറ് ആയാലും നാളെ മറ്റേത് ഗവൺമെൻറ് ആയാലും ഡൽഹി ഭരിക്കുന്നത് ഈ നമ്മളും കൂടി കൊടുക്കുന്ന ടാക്സിൻ്റെ പൈസ കൂടി കൊണ്ടാണ്. തമിഴ്നാടിനെ കണ്ടുപഠിക്കണം ഈ കാര്യത്തിൽ. തമിഴ്നാട്ടിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ ശക്തമായ ബഹളമാണ് അവർ കാണിക്കുന്നത്. അപ്പോഴും തമിഴ്നാട് ഹൗസിൽ നിന്ന് തമിഴ്നാടിന് കിട്ടേണ്ടത് മുഴുവൻ അവർ പിടിച്ചു വാങ്ങിയിരിക്കും. മാത്രമല്ല, കിട്ടുന്നത് അവർ മനോഹരമായി ചെലവാക്കിയിരിക്കും. കൃത്യമായി ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കും. വളരെ കൃത്യമായി കൂടുതൽ തുക അവർ പിടിച്ചു വാങ്ങും. കേരളത്തിൽ കുട്ടനാട് പാക്കേജ് നമ്മൾ നശിപ്പിച്ചൊരു പാക്കേജാണ്. അതുപോലെ തന്നെ PM ശ്രീയിൽ ഇപ്പോൾ എന്തായാലും പുതിയ വിദ്യാഭ്യാസ മന്ത്രി ഷംസുദ്ദീൻ അവർ പറഞ്ഞിട്ടുണ്ട്, PM ശ്രീ പരിശോധിക്കും. ആൾറെഡി നേരത്തെ ഒപ്പിട്ടതാണ്. അതുകൊണ്ട് വീണ്ടും നമ്മൾ ഒപ്പിടേണ്ട കാര്യമില്ല. പൈസ വാങ്ങിച്ചു തുടങ്ങി, ഇനി അത് ബാക്കി വാങ്ങിച്ചാൽ മതി. അതിൻ്റെ നയപരമായ തീരുമാനമെടുക്കും. ഓരോ പദ്ധതികളും ഇപ്പൊ PM ശ്രീയെ സംബന്ധിച്ചാൽ പട്ട സ്കൂളിൽ നോക്കൂ. പട്ട സ്കൂളിൽ അവിടെ PM ശ്രീ പദ്ധതി എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ബാക്കിയൊക്കെ സ്കൂളിന് ഇഷ്ടമുള്ളതാണ് ചെയ്യുന്നത്, സ്റ്റേറ്റിന് ഇഷ്ടമുള്ളതാണ് ചെയ്യുന്നത്. സിലബസ് മാറ്റണമെന്ന് പറയുന്നില്ല. കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത അത് സ്ട്രിക്റ്റ് റൂൾസ് അല്ല. ജലജീവ മിഷൻ കേന്ദ്ര ഗവൺമെന്റ് എന്താ പറഞ്ഞിരിക്കുന്നത് അതുപോലെയാണോ കേരളത്തിൽ നടപ്പിലാക്കുന്നത്? അങ്ങനെ വാട്ടർ അതോറിറ്റിക്ക് ആ പദ്ധതി കിട്ടത്തില്ലല്ലോ. ജലനിധി പാറ്റേണിൽ സന്നദ്ധ സംഘടനകളും പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളും പിന്നെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റും എല്ലാവരും കൂടി ഗുണഭോക്താക്കളും ഒക്കെ ചേർന്ന് ചെയ്യേണ്ട പദ്ധതിയാണ് ജലജീവ മിഷൻ. വാട്ടർ അതോറിറ്റി മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ. കേന്ദ്ര ഗവൺമെന്റ് പൈസ തരാതിരിക്കുന്നില്ലല്ലോ. അപ്പോൾ ഒരു ജനറൽ ഗൈഡ് ലൈനാണ്, ഒരു ബ്രോഡ് ഗൈഡ് ലൈനാണ് കേന്ദ്ര ഗവൺമെന്റ് എപ്പോഴും ഇറക്കുക. അത് അവരുമായി ഡയലോഗ് നടത്തി ഓരോ സ്റ്റേറ്റിനും അനുയോജ്യമായ രീതിയിൽ ആ കാര്യങ്ങൾ ചെയ്തു പോകുന്നതാണ് നമ്മുടെ രാജ്യത്തെ സ്ഥിതി. പിന്നെ വളരെ സ്ട്രിക്റ്റായ പാറ്റേണിലൊക്കെ ചില ഇപ്പം 60% അവർ തരുള്ളൂ എന്ന് പറഞ്ഞാൽ 65% ചോദിക്കാൻ നമുക്ക് പറ്റത്തില്ല. 5%, 6% അല്ലെങ്കിൽ 9% ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എടുക്കാവൂ എന്ന് പറഞ്ഞാൽ അത്രേ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ചില മേഖലകൾ ഒഴിച്ചാൽ ബാക്കിയുള്ള നയപരമായ കാര്യത്തിലൊന്നും ഒരു ഇടപെടലും ഇല്ലെന്നേ. പക്ഷെ നമ്മൾ ഇവിടെ കിടന്നിട്ട് വളരെ വലിയ കേന്ദ്ര വിരുദ്ധത പറഞ്ഞ് ഇത് മേടിക്കാതിരിക്കും. നാഷണൽ ഹൈവേ നമ്മൾ മേടിച്ചു, ഗെയിൽ പദ്ധതി മേടിച്ചു. അത്തരം പദ്ധതികൾ ഒഴിച്ച് ഇതുപോലത്തെ ചെറിയ ചെറിയ പ്രോജക്റ്റുകൾ എല്ലാ വകുപ്പിലുമുണ്ട്. അതിൽ അവർ ആരുടെയെങ്കിലുമൊക്കെ പേരവിടെ ഇടും. പേരിടുന്നത് എന്ന് നോക്കിയിട്ട് നമ്മൾ പദ്ധതി എടുക്കാതിരിക്കേണ്ട കാര്യമില്ല. ദീനദയാൽ ഉപാധ്യായ മിഷൻ എന്ന് പറഞ്ഞൊരു പദ്ധതി വന്നിരുന്നു, ഗ്രാമീണ ജനങ്ങളുടെ സ്ത്രീകളുടെയൊക്കെ ഉന്നമനത്തിനുണ്ട്. ഇവിടെ എല്ലാ പഞ്ചായത്തിലും മേടിച്ചല്ലോ, എല്ലാ NGOകളിലും അത് മേടിച്ചല്ലോ. അവരവരെ ബോർഡിൽ ദീനദയാൽ എന്നൊക്കെ എഴുതി വയ്ക്കും. ആളുകൾക്ക് ഇപ്പം അത് എഴുതിയാൽ എന്ത് എഴുതിയില്ലെങ്കിൽ അത് ആളുകൾക്ക് ഗുണം കിട്ടുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ ഗവൺമെന്റ് തീരുമാനിക്കേണ്ടത്, നിശ്ചയിക്കേണ്ടത് കേന്ദ്രവുമായി ഒരു സംഘർഷത്തിലേക്കല്ല പോകേണ്ടത്. കാരണം നമ്മുടെ പൈസ തന്നെയാണ് കേന്ദ്രവും തരുന്നത്. നിങ്ങളുടെ പൈസ, എൻ്റെ പൈസ, ടാക്സ് കൊടുക്കുമ്പോൾ ആ പണം തന്നെയാണ് കേന്ദ്രം തരുന്നത്. അല്ലാതെ അവർക്ക് പ്രത്യേക പൈസയില്ല, കേരളം തരുന്നത്. അതുകൊണ്ട് വളരെ ഊഷ്മളമായ ഒരു ബന്ധത്തിൽ, തമിഴ്നാട് മോഡലിലുള്ള ഒരു ബന്ധത്തിൽ കേന്ദ്രവുമായി ഇപ്പൊ വിജയ് വന്നിട്ടും അത് ഒരു മാറ്റവും വന്നിട്ടില്ല. സ്റ്റാലിൻ വലിയ ശത്രുവായിരുന്നു നരേന്ദ്രമോദിയുടെ. വലിയ എതിർപ്പ്, സനാതന ധർമ്മം എന്നൊക്കെ പറഞ്ഞ് വലിയ എതിർപ്പുണ്ടാക്കുമായിരുന്നു. പക്ഷെ അപ്പോഴും സ്റ്റേറ്റിന് വാങ്ങേണ്ടത് അവർക്ക് കൃത്യമായി വാങ്ങിച്ചെടുക്കാൻ അറിയാം. അതുപോലെ നമ്മുടെ സംസ്ഥാനത്തിന് വാങ്ങിയെടുക്കേണ്ട തുക വളരെ കൃത്യമായി പദ്ധതികളിലൂടെ വാങ്ങിയെടുക്കണം. അത് പലപ്പോഴും കേന്ദ്രത്തിന്റെ പദ്ധതികൾ നഷ്ടമാകുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു എഗ്രിമെന്റുകളുടെ പേരിലും കുഞ്ഞു കുഞ്ഞു ന്യായങ്ങളുടെയൊക്കെ പേരിലാണ് അത് പോകുന്നത്. ഒരു കാരണവശാലും അത് അനുവദിക്കരുത്. മുഴുവൻ തുകയും എഴുതി വാങ്ങണം. പിന്നെ ഇവിടെ എങ്ങനെ ചെലവാക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു ഗൈഡ് ലൈൻ നമ്മൾ ഉണ്ടാക്കണം.
ആ ഗൈഡ് ലൈനിൽ അംഗീകാരം കിട്ടാതിരിക്കാൻ, അംഗീകാരത്തിന് അയക്കുക പോലും വേണ്ടല്ലോ, പിന്നല്ലേ കിട്ടാതിരിക്കുന്ന വിഷയമുള്ളൂ. അങ്ങനെ അംഗീകരിക്കേണ്ട കാര്യമില്ല. കാരണം അതൊരു രീതിയാണ്. അത് മനസ്സിലാക്കാത്തതാണ് നമ്മുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ADBയിൽ നിന്ന് വായ്പ വാങ്ങിയാൽ ADBയെ കത്തിച്ചളയോ എന്ന് പറഞ്ഞു വിജയ സച്ചിദാനന്ദൻ. അവസാനം ADBയിൽ നിന്ന് നമ്മൾ വാങ്ങി, വേൾഡ് ബാങ്കിൽ നിന്ന് വാങ്ങി, എല്ലായിടത്തും നമ്മൾ വാങ്ങി. ഈ പറയുന്നത് ചുമ്മാ ആവശ്യമില്ലാത്ത ഒരു തർക്കവും ബഹളവുമാണ് ഉണ്ടാക്കുന്നത്. അതിനകത്ത് ഒരു കാര്യമില്ല. ഡോണർ ഏജൻസികളുടെ പണവും കേന്ദ്ര ഗവൺമെന്റ് തരുന്ന പൈസയും അവർ പറയുന്ന പരിഷ്കാരങ്ങൾ എന്നൊക്കെ അവർ പറയുന്നത് അവർ ജനറൽ ഗൈഡ് ലൈനാണ്. അത് പൊതു ഗൈഡ് ലൈനാണ്, മാർഗരേഖയാണ്. അത് അപ്പാടെ നമ്മൾ അനുസരിക്കണമെന്ന് ഒരിടത്തും പറയുന്നില്ല. അത് തന്ത്രപരമായി നിന്ന് ആ ഗൈഡ് ലൈനിൽ നമുക്ക് അനുകൂലമായത് നടപ്പിലാക്കുകയും പ്രതികൂലമായതിൽ സൈലന്റ് ആവുകയും ചെയ്ത് അതിന് വിവാദങ്ങൾ ഉണ്ടാക്കി, തർക്കിച്ച്, കുത്തിപ്പൊക്കി, പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരാതെ വളരെ കൃത്യമായി കിട്ടുന്ന തുക പരമാവധി വാങ്ങിയെടുക്കാനും പ്രോജക്റ്റ് വൈസിൽ പുതിയ തുകകൾ നമുക്ക് വാങ്ങിച്ചെടുക്കാനുമുള്ള ഒരു മെക്കാനിസം കേരള സെക്രട്ടേറിയറ്റിൽ ഉണ്ടാവണം. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് ഉള്ള ഒരു ഓഫീസ് തന്നെ തുറന്നാലും കുഴപ്പമില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഭാഗമായി സെൻട്രൽ മിനിസ്ട്രികളുടെ പ്രോജക്റ്റുകൾ നോക്കുന്നതിനും ആ പ്രോജക്റ്റുകൾ കൂടുതൽ പ്രോജക്റ്റ് കൊണ്ടുവരുന്നതിനും, ധാരാളമായ കൂടുതൽ പ്രോജക്റ്റ് ഡൽഹി പോയി കൊണ്ടുവരുന്നതിനുമുള്ള ഒരു പരിപാടി ആലോചിക്കേണ്ടതാണ്. അത് പറയുമ്പോൾ തന്നെ PM ശ്രീ പോലുള്ള പദ്ധതികൾ കൃത്യമായി നമുക്ക് അതിനകത്ത് പറയുന്ന ഗൈഡ് ലൈനിൽ പറയുന്ന നമുക്ക് അപകടമുണ്ടെങ്കിൽ അപകടമുള്ള ഭാഗം ചർച്ച ചെയ്യുകയും അത് മാത്രം മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയും മൊത്തത്തിൽ പണം വേണ്ട എന്നൊരു സമീപനം എടുക്കാതിരിക്കുക. കൃത്യമായി പണം വാങ്ങണം. ഉദാഹരണം, പല ഈ സ്റ്റേറ്റിന്റെ സിലബസിലൊന്നും ഒരു കാരണവശാലും അവർ ഇടപെട്ടിട്ടില്ല. കേന്ദ്രത്തിന്റെ ഒരു ഇടപെടലുമില്ല. ഒരു സ്റ്റേറ്റിലും അങ്ങനെ ഇടപെടുന്നില്ല. പക്ഷെ എല്ലാ സ്റ്റേറ്റുകാരും PM ശ്രീയിൽ ഒപ്പിടുന്നു, പണം വാങ്ങുന്നു. പശ്ചിമ ബംഗാൾ ഇപ്പോൾ ഒപ്പിടാൻ പോകുന്നു, പണം വാങ്ങുന്നു. കേരളം മാത്രം ഇതിനോടൊക്കെ മുഖം തിരിഞ്ഞു നിന്ന് പെറ്റി പൊളിറ്റിക്സ് കളിക്കരുത്. പലപ്പോഴും ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം അവർ ആവശ്യമില്ലാത്തൊരു പെറ്റി പൊളിറ്റിക്സും ആവശ്യമില്ലാത്തൊരു പിടിവാശിയും ഒരു വരട്ട് തത്വവാദവും കാണിക്കും. ഈ വരട്ട് തത്വവാദമാണ് ആ പാർട്ടിയെ ഇന്നൊരു കടലോര പാർട്ടിയാക്കി മാറ്റി, ഒരിടത്തും ഭരണത്തിലില്ലാത്തൊരു പാർട്ടിയാക്കി. ഒന്നുകിൽ അവർ ഭയങ്കര കോർപ്പറേറ്റ് ആണ്, അല്ലെങ്കിൽ വരട്ട് തത്വവാദമാണ്. ഇത് രണ്ടിനിടയ്ക്കുള്ള ഒരു മിത പരിപാടി അല്ലെങ്കിൽ ഒരു മിഡിൽ പാത്ത് വേ അവർക്ക് അറിയത്തില്ല. അറിയാതെ ഒരു വല്ലാത്ത പിടിവാശിയാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ. അത് വേണ്ട. ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി ഗവൺമെന്റ് ഈ കാര്യങ്ങൾ വാങ്ങണം. കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് പണം വാങ്ങുന്നതിനും പുതിയ സ്കീമുകൾ എഴുതി വാങ്ങുന്നതിനുമുള്ള ഒരു കൃത്യമായ ഒരു സ്ട്രാറ്റജിയും അതിനൊരു മിഷനും കേരളത്തിൽ പ്രവർത്തിക്കട്ടെ. സമൂഹത്തിന് ഗുണകരമായ കാര്യങ്ങൾ സംസ്ഥാനത്തിലെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രം നടപ്പിലാക്കിയാൽ മതി. അങ്ങനത്തെ ഗൈഡ് ലൈനുകളെ കേന്ദ്രത്തിൽ നിന്ന് വരുന്നുള്ളൂ. ബ്രോഡ് ഗൈഡ് ലൈനാണ് വരുന്നത്. നമുക്ക് ആവശ്യമായ മാറ്റം വരുത്താവുന്നതാണ്.